Hi all. In this video, we are going to discuss the design of a sequence generator with the sequence 0, 3, 5, 6, then back to 0. After completing the design, we have to check for lockout condition. If the counter is suffering from any lockout issues, we have to redesign the counter such that the lockout condition is eliminated. Okay. So, the first step is to calculate the number of flip-flops required. ഏത് കൗണ്ടർ ഡിസൈൻ ചെയ്യുമ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫ്ലിപ്പ്-ഫ്ലോപ്സ് എത്രയാണ് വേണ്ടതെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇങ്ങനെ നമുക്ക് സീക്വൻസ് ഇവിടെ തന്നിട്ടുണ്ട് 0, 3, 5, 6, then again 0, then 3. This will continue like this. ഓക്കെ, ഇങ്ങനെ ഒരു സീക്വൻസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നതെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഹയസ്റ്റ് കൗണ്ട് ഏതാണോ അത് ഐഡന്റിഫൈ ചെയ്യാം. ഇവിടെ 6 ആണ് ഹയസ്റ്റ് കൗണ്ട്. ഓക്കെ, 6നെ നമുക്ക് ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? നമുക്ക് 3 ബിറ്റെങ്കിലും വേണം. മിനിമം 3 ബിറ്റെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് 6നെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 6ന്റെ ബൈനറി എന്ന് പറയുന്നത് 110 ആണ്. നമുക്ക് 3 ബിറ്റ്സ് ആവശ്യമുണ്ട്. ഓക്കെ, 3 ബിറ്റ്സ് ആവശ്യമുണ്ട്. സോ ഈ കേസിൽ നമുക്ക് വേണ്ട നമ്പർ ഓഫ് ഫ്ലിപ്പ്-ഫ്ലോപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ട് 3 ആണ്. ഓക്കെ, 3 ആണ് റിക്വയർഡ് നമ്പർ ഓഫ് ഫ്ലിപ്പ്-ഫ്ലോപ്പ്. Equal to 3. Okay, so we got the number of flip-flops. The next step is to draw the state diagram. Okay, നമുക്ക് സ്റ്റേറ്റ്സും സീക്വൻസും തന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് സ്റ്റേറ്റ് ഡയഗ്രാം ഫോർമാറ്റിലേക്ക് വരച്ചാൽ മതി. ഓക്കെ, സോ ഫസ്റ്റ് കൗണ്ടിങ് സ്റ്റേറ്റ് 0, 0, 0. then 0 കഴിഞ്ഞാൽ 3 ആണ്. നമുക്ക് ഈവൻ സീക്വൻസ് നോക്കാം. ഓക്കെ, ഇവിടെ സീക്വൻസ് ഉണ്ട്. 0 കഴിഞ്ഞാൽ 3 ആണ്. then 5, then 6, then back to 0. Okay, so 0, 3, 5, 6. Zero, 3, 5 and 6. Okay, ഇതാണ് സ്റ്റേറ്റ് ഡയഗ്രാം. So here I am going to write the used states and unused states. ഏതൊക്കെയാണ് യൂസ്ഡ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ വാലിഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്? ഇവിടെ ഇപ്പം 0, 3, 5, 6 യൂസ്ഡ് സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, അതിന്റെ അൺയൂസ്ഡ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഇൻവാലിഡ് സ്റ്റേറ്റ്സ്? 1, then 2, 4, 7 ഇൻവാലിഡ് സ്റ്റേറ്റ് ആണ് അല്ലെങ്കിൽ അൺയൂസ്ഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രാം വരച്ചു. നെക്സ്റ്റ് നമ്മൾ ടാബുലേറ്റ് ചെയ്യണം. കൗണ്ടർ ഡിസൈൻ ചെയ്യാൻ നമുക്കറിയാം അടുത്ത സ്റ്റെപ്പ് ടാബുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ ടാബുലാർ കോളം വരച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പ്രസന്റ് സ്റ്റേറ്റ് ഫിൽ ചെയ്യണം. സോ ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്സ്, അതായത് യൂസ്ഡ് സ്റ്റേറ്റ്സ് ആണ് ഫിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അൺയൂസ്ഡ് സ്റ്റേറ്റ് ഫിൽ ചെയ്യും. നമുക്ക് തന്നിരിക്കുന്ന കൗണ്ടിങ് സീക്വൻസിന്റെ ഓർഡറിൽ യൂസ്ഡ് സ്റ്റേറ്റ്സ് ആദ്യം ഫിൽ ചെയ്യാം. സോ നമുക്ക് തന്നിരിക്കുന്ന കൗണ്ടിങ് സീക്വൻസ് ഫസ്റ്റ് 0, 0, 0 ആണ്. then 0, 1, 1, then 1, 0, 1,
then 1 1 0. Okay, അതായത് 0 3 5 6. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ഫില്ല് ചെയ്യാം? അൺയൂസ്ഡ് സ്റ്റേറ്റ് ഫില്ല് ചെയ്യാം. അൺയൂസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ 1 2 4 then 7. ഇത് 4 അൺയൂസ്ഡ് സ്റ്റേറ്റ്. 1 2 4 7. ഓക്കെ, അത് ഫില്ല് ചെയ്തു. Then we have to fill the next state. Next state fill ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺയൂസ്ഡ് സ്റ്റേറ്റിന്റെ കേസിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡോണ്ട് കെയർ ആയിട്ടാണ് എഴുതുന്നത്. സോ ഇവിടെയെല്ലാം 4 അൺയൂസ്ഡ് സ്റ്റേറ്റ് ഉണ്ട്, അവിടെയെല്ലാം ഡോണ്ട് കെയർ ഫില്ല് ചെയ്യാം. അതുപോലെ അൺയൂസ്ഡ് സ്റ്റേറ്റിന്റെ കേസിൽ ഇൻപുട്സും നമ്മൾ ഡോണ്ട് കെയർ ആയിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. Okay, then now we have to go for used state. Used state in the case, first state എന്ന് പറയുന്നത് 0 0 0 ആണ്. Okay, counting sequence ആദ്യം ഓർത്ത് നോക്കുക. Counting sequence 0 3 5 6 then back to 0. Okay, അപ്പോൾ 0 കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? 0 കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ് 3 ആണ്. സോ ഇവിടെ 3 എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രസന്റ് സ്റ്റേറ്റ് നോക്കുക. ഇവിടെ പ്രസന്റ് സ്റ്റേറ്റ് 3 ആണ്. 3 കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ് 5 ആണ്. സോ ഇവിടെ 5 ഫില്ല് ചെയ്യുക. പ്രസന്റ് സ്റ്റേറ്റിൽ ഇപ്പോൾ 5 ആണ്. 5 കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 6 ആണ്. സോ ഇവിടെ 6 ഫില്ല് ചെയ്യുക. ദെൻ ഇവിടെ പ്രസന്റ് സ്റ്റേറ്റിൽ 6 ആണ് കിടക്കുന്നത്. സോ 6 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, 6 കഴിഞ്ഞിട്ട് 0യിലേക്കാണ് പോകുന്നത്. സോ ഇവിടെ നമ്മൾ 0 ഫില്ല് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അതിന് നമുക്ക് ഇൻപുട്ടിന്റെ റിക്വയർഡ് ഇൻപുട്സ് ഫില്ല് ചെയ്യണം. T2 T1 T0. ഓക്കെ, Q2 Q1 Q0 ആണ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് T2 T1 T0 ഫില്ല് ചെയ്യണം. അൺയൂസ്ഡ് സ്റ്റേറ്റിന്റെ കേസിൽ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട് ഡോണ്ട് കെയർ യൂസ് ചെയ്തിട്ട്. ഇനി യൂസ്ഡ് സ്റ്റേറ്റിന്റെ കേസിൽ നമുക്ക് ഫില്ല് ചെയ്യണം. യൂസ്ഡ് സ്റ്റേറ്റിന്റെ കേസിൽ ഈ T2 T1 T0 ഫില്ല് ചെയ്യാൻ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സൈറ്റേഷൻ ടേബിളിനെയാണ്. ഓക്കെ, സോ എക്സൈറ്റേഷൻ ടേബിൾ നോക്കുക. ഇവിടെ സൈഡിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സോ T2 ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ Q2 to Q2 ട്രാൻസിഷൻ ആണ് നോക്കുന്നത്. പ്രസന്റ് സ്റ്റേറ്റിലെ Q2ൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേറ്റിലെ Q2ലേക്കുള്ള ട്രാൻസിഷൻ. ദാറ്റ് മീൻസ് ഹിയർ 0 to 0 ട്രാൻസിഷൻ ആണ് വരുന്നത്. അതായത് പ്രസന്റ് സ്റ്റേറ്റിൽ Q2ന്റെ ആദ്യത്തെ വാല്യൂ 0 ആണ്, നെക്സ്റ്റ് സ്റ്റേറ്റിലും Q2ന്റെ ആദ്യത്തെ വാല്യൂ 0 ആണ്. സോ എ 0 to 0 ട്രാൻസിഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ 0 to 0 ട്രാൻസിഷൻ എക്സൈറ്റേഷൻ ടേബിളിൽ ഐഡന്റിഫൈ ചെയ്യാം. കറസ്പോണ്ടിങ് ടിയുടെ വാല്യൂ നോട്ട് ചെയ്യുക. ഇവിടെ 0 ആണ് ടിയുടെ വാല്യൂ. ആ വാല്യൂ ആണ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, സോ T2ന്റെ അടുത്ത വാല്യൂ ഫില്ല് ചെയ്യാൻ അഗെയിൻ Q2 to Q2 ട്രാൻസിഷൻ നോക്കുക. 0 to 1 ട്രാൻസിഷൻ ആണ് ഇവിടെ. So check the excitation table for a 0 to 1 transition. Note the corresponding value of T. Okay, അത് 1 ആണ്. So here we are entering 1. ഇങ്ങനെയാണ് T2ന്റെ വാല്യൂസ് ഫില്ല് ചെയ്യുന്നത്. അതേപോലെ T1ന്റെയും T0യുടെയും വാല്യൂസ് ഫില്ല് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഓരോ റിക്വയർഡ് ഇൻപുട്സിനും ക്യാം മാപ്പ് വരയ്ക്കണം. സോ നമ്മൾ ഇവിടെ വാല്യൂസ് ഫില്ല് ചെയ്തിട്ടുണ്ട് ടേബിളിൽ. എല്ലാ റിക്വയർഡ് ഇൻപുട്സിന്റെ വാല്യൂസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു.
Then നമ്മൾ T2, T1, T0 T flip flop ബേസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ 3 T flip flopന്റെയും ഇൻപുട്ടിന് K map വരച്ചിട്ടുണ്ട്. And we got the expression T2 equal to Q1, T1 is equal to 1 and T0 is equal to Q1 bar. Okay. So next step നമുക്ക് ഈ ഡിസൈൻ ഇക്വേഷൻസ് കിട്ടി. അതിന് നമ്മളോട് ക്വസ്റ്റ്യനിൽ ലോക്കൗട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ലോക്കൗട്ട് ചെക്ക് ചെയ്യാം. ലോക്കൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ റീഡിസൈൻ ചെയ്യണം. ലോക്കൗട്ട് ഇല്ലെങ്കിൽ ഈ ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ലോക്കൗട്ട് ചെക്ക് ചെയ്യാനാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. So here we are going to check the lockout. ഞാനിവിടെ used states ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, unused states ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. Then here present state and then next state. ഇവിടെ നമ്മൾ കഴിഞ്ഞ ഡിസൈനിൽ, അതായത് ഇപ്പോൾ ചെയ്ത ഡിസൈനിന് കിട്ടിയ ഇക്വേഷൻസ് എഴുതിയിട്ടുണ്ട്. T2 equal to Q1, T1 equal to 1 and T0 is equal to Q1 bar. ഓക്കെ, ഈ ഇക്വേഷൻസ് യൂസ് ചെയ്ത് T2ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ Q2 കണ്ടുപിടിക്കുന്നത്. അതുപോലെ T1ന്റെ എക്സ്പ്രഷൻ വെച്ച് T1ന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ Q1 കണ്ടുപിടിക്കുന്നത്. സെയിം ഇതേപോലെ പ്രൊസീജിയറാണ് T0നും. T0 കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ Q0 കണ്ടുപിടിക്കുക. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുക. സോ നമ്മൾ ലോക്കൗട്ട് ആണ് ചെക്ക് ചെയ്യുന്നത്. സോ ബൈ മിസ്റ്റേക്ക് കൗണ്ടർ ഏതെങ്കിലും ഒരു അൺയൂസ്ഡ് സ്റ്റേറ്റിലേക്ക് പോയാൽ ലോക്കൗട്ട് വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. സോ ഞാൻ ആദ്യം ഫസ്റ്റ് അൺയൂസ്ഡ് സ്റ്റേറ്റ് 1 ആണ് കൺസിഡർ ചെയ്യുന്നത്. ബൈ മിസ്റ്റേക്ക് ദിസ് കൗണ്ടർ 1 പോയി. ഓക്കെ, സോ പ്രസന്റ് സ്റ്റേറ്റ് വിൽ ബിക്കം 1, 0, 0, 1. ഓക്കെ, സോ ഈ 1 എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല കൗണ്ടർ ഈ 1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോകുന്നു. അപ്പൊ നമ്മൾ 1ന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ ടാബുലാർ കോളത്തിൽ ഡോൺ കെയർ ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ കൗണ്ടറിന് 1ന് ശേഷം നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേസമയം ഇപ്പം 3 ആണ് കൗണ്ടറിന്റെ പ്രസന്റ് സ്റ്റേറ്റ് എങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 5 ആണെന്ന് നമുക്കറിയാം. അത് യൂസ്ഡ് സ്റ്റേറ്റ് ആയത് കാരണം, ഒരു പെർട്ടിക്കുലർ സീക്വൻസ് ഉള്ളത് കാരണം. പക്ഷെ 1ലേക്ക് പോയാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണെന്ന് അറിയില്ല. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനാണ് നമ്മൾ ഈ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നത്. സോ T2 ഈക്വൽ ടു Q1 ആണ്. Q1 മീൻസ് ഇപ്പം എന്താണ് Q1ന്റെ വാല്യൂ? പ്രസന്റ് സ്റ്റേറ്റ് 1 ആണ്, Q1ന്റെ വാല്യൂ അതുകൊണ്ട് 0 ആണ്. ദാറ്റ് മീൻസ് T2 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, T2 0 ആണെങ്കിൽ എന്തായിരിക്കും Q2? T2 0 ആണെങ്കിൽ Q2 എന്ന് പറയുന്നത് എന്താണോ പ്രസന്റ് സ്റ്റേറ്റിലുള്ളത് അത് കണ്ടിന്യൂ ചെയ്യും. പ്രസന്റ് സ്റ്റേറ്റിൽ Q2 0 ആണ്. സോ നെക്സ്റ്റ് സ്റ്റേറ്റിലും Q2 0 ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യും, കാരണം ഇൻപുട്ട് T2 0 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേസ് നമുക്ക് Q2 കിട്ടി, ഇനി Q1 വേണം. നെക്സ്റ്റ് സ്റ്റേറ്റിലെ Q1 അറിയണം. നെക്സ്റ്റ് സ്റ്റേറ്റിലെ Q1 അറിയണമെങ്കിൽ T1ന്റെ വാല്യൂ കിട്ടണം. ഇവിടെ T1 ഈക്വൽ ടു 1 ആണ് നമ്മൾ ഡിസൈൻ ചെയ്തതനുസരിച്ച്. T1 ഈക്വൽ ടു 1 ആണെങ്കിൽ, T ഇൻപുട്ട് 1 ആണെങ്കിൽ പ്രസന്റ് സ്റ്റേറ്റിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും നെക്സ്റ്റ് സ്റ്റേറ്റ് വരിക. T ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസിലാണ് പറയുന്നത്. അപ്പൊ പ്രസന്റ് സ്റ്റേറ്റ് എന്താണ്? 0 ആണ്. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പൊ നെക്സ്റ്റ് സ്റ്റേറ്റ് 1 ആയിരിക്കും. നെക്സ്റ്റ് Q0 കിട്ടണമെങ്കിൽ T0 വേണം. T0 എന്ന് പറഞ്ഞാൽ Q1 ബാർ ആണ്. Q1 എത്രയാണ് പ്രസന്റ് സ്റ്റേറ്റിലെ? 0 ആണ്. സോ 0 ബാർ എന്ന് പറയുമ്പോൾ 1. അപ്പൊ T0 1 ആണ്. T0 1 എന്ന് പറയുമ്പോൾ Q0 പ്രസന്റ് സ്റ്റേറ്റ് ഉള്ളതിന്റെ കോംപ്ലിമെന്റ്. പ്രസന്റ് സ്റ്റേറ്റിൽ Q0 1 ആണ്. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ 0 ആണ്. അപ്പൊ 0, 1, 0. 1ൽ നിന്ന് 2ലേക്ക് പോയി അല്ലേ? പ്രസന്റ് സ്റ്റേറ്റിൽ 1, നെക്സ്റ്റ് സ്റ്റേറ്റ് ഈ വാല്യൂ എന്താണ്? 2 ആണ്. അപ്പൊ 1ൽ നിന്ന് 2ലേക്ക് പോയി. സോ 1ൽ നിന്ന് 2ലേക്കാണ് പോയിരിക്കുന്നത്. 2 എന്താണ്? 2 ഒരു അൺയൂസ്ഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ലോക്ക്ഡൌണിന് ഒരു ചാൻസ് ഉണ്ട്. 2ൽ നിന്ന് ഇനി ഒരു വാല്യൂ സ്റ്റേറ്റിലേക്ക് പോകണേ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് 2ൽ നിന്ന് ഇനി എങ്ങോട്ട് പോകും നോക്കാം. ഓക്കെ, 2ൽ നിന്ന് ഇപ്പം 3ലോട്ട് പോവുകയാണെങ്കിൽ 1ൽ നിന്ന് 2 പോയി, 2ൽ നിന്ന് 3 പോയി, കുഴപ്പമില്ല. 3 ഒരു വാല്യൂ സ്റ്റേറ്റ് ആണ്. അപ്പൊ നമ്മളിനി അൺയൂസ്ഡ് സ്റ്റേറ്റ് 2 വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ,
സോ നമ്മളിവിടെ നെക്സ്റ്റ് അൺയൂസ്ഡ് സ്റ്റേറ്റ് കൺസിഡർ ചെയ്യാണ് 2. ഇപ്പോൾ പ്രസന്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 0 1 0 ആണ്. ഓക്കെ, 0 1 0 ആണ്. അതിന് നെക്സ്റ്റ് സ്റ്റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് T2 ഈക്വൽ ടു Q1 ആണ്. Q1 മീൻസ് ഹിയർ 1 ആണ്. സോ T2 ഈസ് 1. Q2 എന്ന് പറയുന്നത് പ്രസന്റ് സ്റ്റേറ്റിലെ Q2ന്റെ ടോഗിൾ വരും, കോംപ്ലിമെന്റ് വരും. ഓക്കെ, സോ ഹിയർ 1. ദെൻ Q1 കിട്ടണം. Q1 കിട്ടണമെങ്കിൽ T1 നോക്കുക. T1 ഈക്വൽ ടു 1 ആണ്. സോ പ്രസന്റ് സ്റ്റേറ്റിൽ എന്താണോ Q1 അതിന്റെ ടോഗിൾ ആയിരിക്കും നെക്സ്റ്റ് സ്റ്റേറ്റിൽ, അതിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും. പ്രസന്റ് സ്റ്റേറ്റിൽ Q1 1 ആണ്. സോ ദാറ്റ് മീൻസ് ഹിയർ Q1 വിൽ ബി 0. ദെൻ Q0 കിട്ടാൻ T0 കാൽക്കുലേറ്റ് ചെയ്യണം. T0 ഈക്വൽ ടു Q1 ബാർ ആണ്. Q1 1 ആണ്. 1 ബാർ ഈക്വൽ ടു 0. സോ Q0 എന്ന് പറയുന്നത് പ്രസന്റ് സ്റ്റേറ്റിലെ വാല്യൂ തന്നെ കണ്ടിന്യൂ ചെയ്യും. T ഇൻപുട്ട് 0 ആണെങ്കിൽ പ്രസന്റ് സ്റ്റേറ്റിലെ വാല്യൂ തന്നെ കണ്ടിന്യൂ ചെയ്യും. T ഇൻപുട്ട് 1 ആണെങ്കിൽ പ്രസന്റ് സ്റ്റേറ്റിലെ വാല്യൂന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും നെക്സ്റ്റ് സ്റ്റേറ്റ്. സോ ഇവിടെ T ഇൻപുട്ട് 0 ആയതുകൊണ്ട് പ്രസന്റ് സ്റ്റേറ്റിലെ വാല്യൂ തന്നെ കണ്ടിന്യൂ ചെയ്യും. Q0 0 തന്നെയായിരിക്കും. സോ 2ൽ നിന്ന് പോയിരിക്കുന്ന നെക്സ്റ്റ് സ്റ്റേറ്റ് 4 ആണ്. ഓക്കെ, 4 ഒരു അൺയൂസ്ഡ് സ്റ്റേറ്റ് തന്നെയാണ്. അപ്പോൾ 2ൽ നിന്ന് പിന്നെ 4ലേക്കാണ് പോയിരിക്കുന്നത്. ഓക്കെ, എഗെയിൻ നമുക്ക് നോക്കാം 4ൽ നിന്നൊരു വാലിഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇനി അൺയൂസ്ഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള 4 വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. എല്ലാ അൺയൂസ്ഡ് സ്റ്റേറ്റ് വെച്ചും ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ പ്രസന്റ് സ്റ്റേറ്റ് 4 ആയിട്ട് എടുത്തു, 1 0 0. ഓക്കെ, സോ നമ്മൾ Q2 ആണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്റ്റേറ്റിലെ Q2. നെക്സ്റ്റ് സ്റ്റേറ്റിലെ Q2 കിട്ടാൻ T2 വേണം. T2 ഈക്വൽ ടു Q1 ആണ്. ഈ Q1 എന്ന് പറഞ്ഞാൽ പ്രസന്റ് സ്റ്റേറ്റിലെ വാല്യൂ മാത്രമേ എടുക്കാവുള്ളൂ. പ്രസന്റ് സ്റ്റേറ്റിൽ Q1 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 ഇട്ടു. അപ്പോൾ T2 0 ആയി. T2 0 ആണെങ്കിൽ Q2 നെക്സ്റ്റ് സ്റ്റേറ്റിലെ Q2 എന്ന് പറയുന്നത് പ്രസന്റ് സ്റ്റേറ്റിൽ അതേ വാല്യൂ കണ്ടിന്യൂ ചെയ്യും. പ്രസന്റ് സ്റ്റേറ്റിലെ വാല്യൂ ഇവിടെ 1 ആണ്. അപ്പോൾ ഇവിടെ 1 തന്നെ കണ്ടിന്യൂ ചെയ്യും. ദെൻ നമ്മൾ Q1 വേണം. Q1 വേണമെങ്കിൽ T1 കാൽക്കുലേറ്റ് ചെയ്യണം. T1 ഈക്വൽ ടു 1 ആണ്. സോ Q1 എന്ന് പറയുന്നത് പ്രസന്റ് സ്റ്റേറ്റിലെ വാല്യൂവിന്റെ ടോഗിൾ ആയിരിക്കും. പ്രസന്റ് സ്റ്റേറ്റിൽ 0 ആണ്. അപ്പോൾ അതിന്റെ ടോഗിൾ എന്ന് പറയുമ്പോൾ 1 വരും. ഓക്കെ, Q0 കിട്ടാൻ T0 വേണം. T0 ഈക്വൽ ടു Q1 ബാർ ആണ്. Q1 0 ആണ്. 0 ബാർ മീൻസ് 1 വരും. ഓക്കെ, 1 ആയത് കാരണം Q0 എന്ന് പറഞ്ഞാൽ പ്രസന്റ് സ്റ്റേറ്റിലെ വാല്യൂവിന്റെ ടോഗിൾ ആയിരിക്കും. അതായത് 0ന്റെ ടോഗിൾ ആയിട്ടുള്ള 1 ആയിരിക്കും. സോ നമുക്ക് 1 കിട്ടി. ഓക്കെ, ഈ 1 എന്ന് പറഞ്ഞാൽ 1 1 1 1 ആണ് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് 7. സോ 4ൽ നിന്ന് പിന്നെയും പോയിരിക്കുന്നത് ഒരു അൺയൂസ്ഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള 7ലേക്കാണ്. Okay, now we are again going to check what will happen if it goes to 7. 7ൽ നിന്ന് പിന്നെ അത് ഒരു വാലിഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അത് ലാസ്റ്റ് അൺയൂസ്ഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള 7 പ്രസന്റ് സ്റ്റേറ്റ് ആയിട്ട് എടുത്തുകൊണ്ടാണ് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ് 7 ആയിട്ട് എഴുതിയിട്ടുണ്ട്. പ്രസന്റ് സ്റ്റേറ്റ് 7 ആയിട്ട് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. T2 ഈക്വൽ ടു Q1 ഈക്വൽ ടു 1 ആണ്. ദാറ്റ് മീൻസ് Q2 എന്ന് പറയുന്നത് പ്രസന്റ് സ്റ്റേറ്റുള്ള വാല്യൂവിന്റെ ടോഗിൾ ആണ്. സോ 1ന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ 0. സോ T1 ഈക്വൽ ടു 1 എഴുതിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് Q1 എന്ന് പറയുന്നത് പ്രസന്റ് സ്റ്റേറ്റിന്റെ കോംപ്ലിമെന്റ് ആയിരിക്കും. പ്രസന്റ് സ്റ്റേറ്റിൽ 1 ആണ്. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ 0 ആണ്. Okay, here T0 equal to Q1 bar ആണ്. 1 bar ആണ്. That means 0 ആണ്. So Q0 എന്ന് പറയുന്നത് present stateൽ അതേ വാല്യൂ കണ്ടിന്യൂ ചെയ്യും. That means 1. So നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് 0 0 1 ആണ്. 1ലേക്കാണ് പോകുന്നത്. 1 is also an invalid state. So എല്ലാ ഇൻവാലിഡ് സ്റ്റേറ്റിൽ കൂടെയും കിടന്ന് കറങ്ങാണ് ചെയ്യുന്നത്. 1ൽ നിന്ന് 2, 2ൽ നിന്ന് 4, 4ൽ നിന്ന് 7, 7ൽ നിന്ന് again 1. അൺയൂസ്ഡ് സ്റ്റേറ്റിൽ കിടന്ന് ഈ കൗണ്ടർ ഇങ്ങനെ കറങ്ങുകയാണ്. ഒരിക്കലും അത് വാലിഡ് സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകുന്നില്ല. ഓക്കെ, ഈ 4 സ്റ്റേറ്റ് ഈ ഒരു 4ലോട്ടോ 2ലോട്ടോ 1ലോട്ടോ 7ലോട്ടോ ബൈ മിസ്റ്റേക്ക് പോവുകയാണെങ്കിൽ ഈ ഇൻവാലിഡ് സ്റ്റേറ്റിലൂടെ തന്നെ കിടന്ന് കൗണ്ടർ ഇങ്ങനെ കറങ്ങുകയുള്ളൂ. ഒരിക്കലും ഈ ഒറിജിനൽ സൈക്കിളിലേക്ക് കൗണ്ടർ തിരിച്ചു പോവില്ല.
അപ്പോൾ ഈ കൗണ്ടർ ഒരു ലോക്കൗട്ട് കണ്ടീഷൻ സഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കൗണ്ടറിനെ റീഡിസൈൻ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, സോ ലോക്കൗട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ടർ ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇവിടെ ഇപ്പം ഞാൻ സ്റ്റേറ്റ് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഈ വരച്ചിരിക്കുന്നതാണ് സ്റ്റേറ്റ് ഡയഗ്രാം, 4 സ്റ്റേറ്റ്. ഓക്കെ, ബാക്കി ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഈ 4 എണ്ണമാണ് നമ്മുടെ അൺയൂസ്ഡ് സ്റ്റേറ്റ്. അപ്പോൾ ഈ അൺയൂസ്ഡ് സ്റ്റേറ്റിൽ ഏതിലെങ്കിലും എത്തിക്കഴിഞ്ഞാൽ പിന്നെയും അൺയൂസ്ഡ് സ്റ്റേറ്റിൽ തന്നെ കിടന്ന് കറങ്ങും. ഈ ഒരു കൗണ്ടറിന്റെ കേസിൽ അത് സംഭവിക്കും. സോ ലോക്കൗട്ട് സഫർ ചെയ്യുന്നുണ്ട്. സോ നമുക്കത് എലിമിനേറ്റ് ചെയ്യണം. അപ്പം ഇൻ കേസ് ഈ അൺയൂസ്ഡ് സ്റ്റേറ്റ് ആയ 1ലേക്കോ 2ലേക്കോ 4ലേക്കോ 7ലേക്കോ എത്തിപ്പെടുവാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു വാലിഡ് സ്റ്റേറ്റ് ആയിരിക്കണം. ഓക്കെ, ആ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്താണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് അറിയില്ല അൺയൂസ്ഡ് സ്റ്റേറ്റിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് അറിയില്ല നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണെന്ന്. അത് വാലിഡ് സ്റ്റേറ്റ് ആവുമെന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല. നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതനുസരിച്ച്, നമുക്ക് പ്രീവിയസ്ലി ടെസ്റ്റ് ചെയ്ത് നോക്കിയതനുസരിച്ച് 1ൽ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 2 ആണ്, 2ൽ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റ് 4 ആണ്, 4 വരികയാണെങ്കിൽ 7 ആണ്, 7 കഴിഞ്ഞാൽ പിന്നെയും 1 തന്നെയാണ് വരുന്നത്. അൺയൂസ്ഡ് സ്റ്റേറ്റിൽ തന്നെ കിടന്ന് കറങ്ങാണ്. സോ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ കേസ് കൗണ്ടർ 1ലേക്ക് എത്തുകയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആവുന്നത് പോലെ നമ്മൾ ഡിസൈൻ ചെയ്യണം. ഇപ്പൊ നമ്മൾ ഡോൺ കെയർ വെച്ചിട്ടാണ് ടേബിളിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അൺയൂസ്ഡ് സ്റ്റേറ്റിന് നേരെ നമ്മൾ ഡോൺ കെയർ ആണ് എഴുതിയിരിക്കുന്നത്, റിക്വയർഡ് ഇൻപുട്സും ഡോൺ കെയർ ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ അതിന് പകരം നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് കൊടുക്കുക, ഒരു വാലിഡ് സ്റ്റേറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, ഇവിടെ ഇപ്പം 001 വരുവാണ്, നെക്സ്റ്റ് സ്റ്റേറ്റ് 000 വരുന്നത് പോലെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഏത് അൺയൂസ്ഡ് സ്റ്റേറ്റ് വന്നാലും 000ലേക്ക് എത്തുന്നത് പോലെ നമ്മൾ ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു മെത്തേഡ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും 000ലേക്ക് തന്നെ എത്തിക്കണം എന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 7, ഞാനിപ്പോൾ 7 വരുവാണെങ്കിൽ 000ലേക്ക്, ആൻഡ് ഹിയർ 001ഉം 010ഉം വരുവാണെങ്കിൽ 3ലേക്ക് എത്തുന്നത് പോലെ, ആൻഡ് 5 വരുവാണെങ്കിൽ 6ലേക്ക്. ഇങ്ങനെയും നമുക്ക് ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഏത് രീതിയിലും നമുക്ക് ഡിസൈൻ ചെയ്യാം. ചേഞ്ച് നമ്മൾ വരുത്താൻ പോകുന്ന ആ ടാബുലാർ കോളത്തിലാണ്. നമ്മൾ എക്സ് എന്ന് നെക്സ്റ്റ് ചേഞ്ച് എഴുതിയ പ്ലേസിൽ വി ആർ ഗോയിങ് ടു ഗിവ് എ വാലിഡ് സ്റ്റേറ്റ്. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഞാനിപ്പോൾ ഡിസൈൻ ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റ് ഡയഗ്രത്തിന്റെ ബേസിലാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ടാബുലാർ കോളം ഒന്നുകൂടെ വരയ്ക്കാം. സോ ഇവിടെ ടാബുലാർ കോളം വരച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ അൺയൂസ്ഡ് സ്റ്റേറ്റ്, ഈ 4. ഓക്കെ, ഓർഡർ എല്ലാം സെയിം ആണ്, നേരത്തെ എഴുതിയിരിക്കുന്ന അതേ ഓർഡറിലാണ്. നമ്മൾ നേരത്തെ എഴുതിയപ്പം അൺയൂസ്ഡ് സ്റ്റേറ്റിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റും റിക്വയർഡ് ഇൻപുട്സും നമ്മൾ എക്സ് എന്നാണ് എഴുതിയത്, ഡോൺ കെയർ ആയിരുന്നു എഴുതിയത്. ഇവിടെ നമ്മളത് എല്ലാ നെക്സ്റ്റ് സ്റ്റേറ്റും 000 എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഏത് അൺയൂസ്ഡ് സ്റ്റേറ്റിൽ പോയാലും വാലിഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള യൂസ്ഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള 0ലേക്ക് റിട്ടേൺ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പം 1ലേക്ക് പോവുകയാണെങ്കിൽ അത് 0ലേക്ക് പോകും നെക്സ്റ്റ് സ്റ്റേറ്റ്. അപ്പോൾ വാലിഡ് സ്റ്റേറ്റിലോട്ട് വന്ന് നോർമൽ സൈക്കിൾ കൗണ്ടർ ഫോളോ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് എക്സിന് വരെ നമ്മൾ 000 എന്ന് പറഞ്ഞ വാലിഡ് സ്റ്റേറ്റിനെ യൂസ്ഡ് സ്റ്റേറ്റിന് നെക്സ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് എഴുതി. ഓക്കെ, എക്സൈറ്റേഷൻ ടേബിൾ ബേസ് ചെയ്തിട്ടാണ് ഈ റിക്വയർഡ് ഇൻപുട്സ് ഫിൽ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് T2 T1 T0 കെ മാപ്പ് വരയ്ക്കുക, എക്സ്പ്രഷൻസ് എഴുതുക. സോ ഇവിടെ കെ മാപ്പ് വരച്ച് എക്സ്പ്രഷൻസ് ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഈ എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ട് ഡയഗ്രാം കൂടെ വരച്ചു കഴിഞ്ഞാൽ കൗണ്ടർ ഡിസൈൻ കംപ്ലീറ്റ് ആയി. സോ ഇക്വേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള സർക്യൂട്ട് വരച്ചിട്ടുണ്ട്. കണക്ട് ചെയ്ത് വരച്ചിട്ടില്ലെന്നേ ഉള്ളൂ, ഓരോ ആൻഡ് ഗേറ്റിലേക്കുള്ള ഇൻപുട്സ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.